വസായി ഫൈൻ ആർട്സ് ഫെസ്റ്റിവൽ 2016 സമാപന ദിവസത്തെ സാംസ്കാരിക സമ്മേളനം വേദിയിൽ ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യാതിഥികളായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാതി തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 11 ദിവസങ്ങളിലായി നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും വാദ്യത്തിൻ്റെയും ഒരു ലോകമൊരുക്കുകയായിരുന്നു വസായി ഫൈൻ ആർട്സ് സൊസൈറ്റി. തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയെ സഹായിക്കുക, അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക എന്ന സതുദ്ദേശത്തോടെയാണ് വസായി ഫൈൻ ആർട്സ് സൊസൈറ്റി കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. അതിന് ഞങ്ങളോട് ആത്മാർത്ഥമായി സഹകരിക്കുന്ന കലാസ്നേഹികളായ നിങ്ങൾ ഓരോരുത്തർക്കും വസായി ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും വസായി ഫൈൻ ആർട്സ് ഫെസ്റ്റിവൽ 2016 സമാപന ദിവസത്തെ കാര്യപരിപാടികളിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സാംസ്കാരിക സമ്മേളനത്തിൽ ആദ്യമായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് വസായി ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ട്രസ്റ്റി ശ്രീ സുധീർ നെല്ലുവായി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കയ്യടി നല്ല ഉഷാറായിക്കോട്ടെ. അടുത്തതായി ഈ ഇവൻറ്റിൽ നമ്മളോട് കൂടെ സഹകരിക്കുന്ന ഡോംബിവില്ലി കലാക്ഷേത്രത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ രവീന്ദ്രനാഥ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ മുഖ്യാതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു വലിയ മുഖവുരയുടെ ആവശ്യമില്ല. നിങ്ങൾക്കേവർക്കും സുപരിചിതനാണ് അദ്ദേഹം. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് അദ്ദേഹം. നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുൻ UN അംബാസഡർ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഹെഡായിട്ട് ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും എന്നതുകൊണ്ട് അതിന് മുതിരുന്നില്ല. നമ്മൾക്കേവർക്കും സുപരിചിതനായ നമ്മുടെ പ്രിയങ്കരനായ അഭിമാനമായ ശ്രീ TP ശ്രീനിവാസൻ അവർകളെ സ്നേഹാദരങ്ങളോടെ ഇന്ന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾക്കേവർക്കും പ്രിയങ്കരനായ നടൻ, സംവിധായകൻ, എഴുത്തുകാരൻ, സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് എന്നിങ്ങനെയൊക്കെ വിശേഷണങ്ങളുള്ള നമ്മുടെ സ്വന്തം ശ്രീ മധുപാൽ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ പ്ലീസ്. വായുവിൽ ഉയർന്നു താഴുന്ന കോലുകൾ കൊണ്ട് ചെണ്ടയിൽ മഹേന്ദ്രജാലം സൃഷ്ടിക്കുന്ന നമ്മുടെ സ്വന്തം പത്മശ്രീ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി അവരുടെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഞാൻ അനൗൺസ്മെൻറ്റ് നിർത്തുക, നിങ്ങൾ കൈയടിക്കുക. അനൗൺസ്മെൻറ്റ്, കൈയടി, അതിങ്ങനെ നടന്നു പോയിക്കോട്ടെ. അടുത്തതായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ഫോക്ക് ലോർ അക്കാഡമിയുടെ മുൻ സെക്രട്ടറിയും ഇപ്പോൾ ഫോക്ക് ലൈഫിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ ശ്രീ എം പ്രദീപ് കുമാർ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൂപ്പരന്ന് 25-ാം തീയതി പരിപാടി കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് തന്നെ പോവുള്ളൂ. മൂപ്പര കൂടെ കൂടി എന്തായാലും നമ്മുടെ കൂടെ. അടുത്തതായി ചെമ്പൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സമാരാധ്യനായ വൈസ് ചെയർമാൻ ശ്രീ കെ ഗണേഷ് കുമാർ അവർകളെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സാംസ്കാരിക സന്ധ്യ ഔപചാരികമായി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ് അടുത്തത്. അതിന് പ്രാർത്ഥന ചൊല്ലുന്നതിന് അനുഷ്ക മേനോൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിളക്ക് കൊളുത്തി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളോട് അഭ്യർത്ഥിക്കുന്നു. സർ പ്ലീസ്. ജഗന്മോഹനനേ കൃഷ്ണ, ജഗന്മോഹനനേ കൃഷ്ണ, ആ ജഗന്മോഹനനേ കൃഷ്ണ, കൃഷ്ണ ജഗന്മോഹനനേ കൃഷ്ണ, കൃഷ്ണ ജഗവം പാലിപനേ, കൃഷ്ണ ജഗന്മോഹനനേ കൃഷ്ണ, കൃഷ്ണ ജഗവം പാലിപനേ, കൃഷ്ണ ജഗന്മോഹനനേ കൃഷ്ണ, കൃഷ്ണ ಲೋಕದೊಳಗೆ ನೀ ಶಿಶುವಾಗಿಮು, ಲೋಕವನೆಲ್ಲ ಪಾಯಲಿ ತೋರಿತೆ, ಲೋಕದೊಳಗೆ ನೀ ಶಿಶುವಾಗಿಮು, ಲೋಕವನೆಲ್ಲ ಪಾಯಲಿ ತೋರಿತೆ, ಲೋಕದೊಳಗೆ ನೀ ಶಿಶುವಾಗಿಮು, ಲೋಕವನೆಲ್ಲ ಪಾಯಲಿ ತೋರಿತೆ, ಆಕಳ ಕಾಯುವ ಆಕಳ ಕಾಯುವ ಚಿನ್ಮನಂದೆನಿಸಿದೆ, ಈ ಕುಟಿಲವನಲ್ಲ ಎಲ್ಲಿ ಕಳಿತಯೋ,
കൃഷ്ണ ಎಂದೆಂದಿಗೂ ನಿಮ್ಮ ಗುಣಗಳ ಪೋಗಳಲು ಇಂದ್ರಾದಿಗಳಿಗೆ ಅಳವಲ್ಲ. ಎಂದೆಂದಿಗೂ ನಿಮ್ಮ ಗುಣಗಳ ಪೋಗಳಲು ಇಂದ್ರಾದಿಗಳಿಗೆ ಅಳವಲ್ಲ. ಮಂದರಧರ ಶ್ರೀ ಮಂದರಧರ ಶ್ರೀ ಪುರಂದರ ವಿಠಲನೆ ಒಂದೊಂದು ಆಟವ ಎಲ್ಲಿ ಕಳಿತಯೋ. ಮಂದರಧರ ಶ್ರೀ ಪುರಂದರ ವಿಠಲನೆ ಒಂದೊಂದು ಆಟವ ಎಲ್ಲಿ ಕಳಿತ್ಯೋ. ರಂಗ ಜಗನ್ಮೋಹನನೇ ಕೃಷ್ಣ ಜಗನ್ಮೋಹನನೇ ಕೃಷ್ಣ ಜಗನ್ಮೋಹನನೇ ಕೃಷ್ಣ ಕೃಷ್ಣ. താങ്ക് യു. അനുഷ്ക മനോഹരമായിട്ട് ഈ പ്രാർത്ഥനാ ഗാനം ഇവിടെ ആലപിച്ചു. നല്ലൊരു കയ്യടി കൊടുക്കുക. അടുത്തതായി വേദിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ പരിപാടിയുടെ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ടി പി ശ്രീനിവാസൻ അവർകൾ നമ്മളോട് സംസാരിക്കുന്നു. സർ പ്ലീസ്. ബഹുമാന്യരായ അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, കുറേ വർഷങ്ങൾക്ക് മുൻപ് പ്രസിഡന്റ് ജോൺ കെന്നഡി ഫ്രാൻസിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ വന്നിരിക്കുന്നത് ജാക്വലിൻ കെന്നഡിയുടെ കൂടെ യാത്ര ചെയ്യുന്ന വ്യക്തി എന്ന നിലയിലാണ് എന്നാണ്. എൻ്റെ സ്ഥിതി ഏകദേശം അതുപോലെയാണ്. കാരണം ഇന്നിവിടെ വരേണ്ടിയിരുന്നത് എൻ്റെ ഭാര്യയാണ്, ലേഖ ശ്രീനിവാസ്. കാരണം അവരാണ് കരുണ ചാരിറ്റീസ് എന്ന ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്നതും ഇന്നും അതിനുവേണ്ടി ജീവിതം അർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഞാനതിന് തടസ്സം നിന്നില്ല എന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ മാത്രമേ എൻ്റെ വശത്ത് നിന്നുള്ളൂ. 1992 ഞാൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്ന കാലത്ത് ലേഖയും അവരുടെ കുറേ സുഹൃത്തുക്കളും കൂടി ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് കരുണ എന്ന ഈ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. അതൊരു വളരെ ചെറിയ ഒരു എഫേർട്ടായിരുന്നു. അവരിൽ പലരും സംഗീതജ്ഞരും നർത്തകികളുമൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മളൊരു കലാപ്രകടനം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന പണം പാവപ്പെട്ട കേരളത്തിലുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എത്തിച്ചുകൂടാ എന്നൊരു ആശയം അന്ന് ഉടലെടുത്തതാണ്. അതൊരു ലോകപ്രസ്ഥാനമാകുമെന്നൊന്നും അന്ന് ആരും ഉദ്ദേശിച്ചിരുന്നില്ല. വളരെ ലഘുവായി തന്നെ ഒരു ചെറിയ ഹാളിൽ അവർ പ്രകടനം നടത്തുകയും അതിൽ നിന്ന് കിട്ടിയ പണം കേരളത്തിലെ പല സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ വഴി പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതിന് കിട്ടിയ പ്രോത്സാഹനം, വിശേഷിച്ചും അമേരിക്കയിലെ ഇന്ത്യക്കാർ, അമേരിക്കയിലെ മലയാളികൾ മുന്നോട്ട് വന്ന് നടത്തിയ സഹകരണത്തിൻ്റെ ഫലമായാണ് ഇന്ന് കരുണ ചാരിറ്റീസ് ലോകത്തിൻ്റെ 6 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഈ രാജ്യങ്ങളിൽ എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ ഞാൻ സാധാരണ പറയുന്നത് കരുണ പോയിടത്തെല്ലാം എന്നെ പോസ്റ്റ് ചെയ്തു എന്നാണ്. കാരണം ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് കെനിയയിൽ പോയി, കെനിയയിൽ നിന്ന് വാഷിങ്ടണിൽ പോയി,
വാഷിങ്ടണിൽ നിന്ന് ഓസ്ട്രിയയിൽ പോയി. അപ്പോൾ ഇതെല്ലാം കരുണ ചാരിറ്റീസ് നടത്താനുള്ള സ്ഥലം എന്ന നിലയിലാണ് ഇന്ത്യ ഗവൺമെൻറ് എന്നെ അവിടെ അംബാസഡറായി അയച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അങ്ങനെ പോകാൻ സാധിച്ചതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതൊരു അന്താരാഷ്ട്ര പ്രസ്ഥാനമായി മാറിയിരിക്കുന്നത്. ഈ ക്യാപിറ്റൽസിൽ മാത്രമല്ല, തലസ്ഥാനങ്ങളിൽ മാത്രമല്ല, അമേരിക്കയിൽ ഏകദേശം 6 or 7 സ്റ്റേറ്റുകളിലും കരുണ ചാരിറ്റീസ് ഇന്ന് പ്രവർത്തിക്കുന്നു. അതിൻ്റെ പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് വന്നത് ഏകദേശം 15-20 വർഷം മുമ്പാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രധാനമായി നടത്തുന്നത് ക്യാൻസർ രോഗികളുടെ കൂടെ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുക. രോഗികൾ ആശുപത്രിയിലാവുമ്പോൾ കൂടെ വരുന്നവർക്ക് എവിടെ താമസിക്കണം എന്നറിയാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് തികച്ചും സൗജന്യമായി ദിവസവും 20-25 പേർക്ക് ഷെൽട്ടർ നൽകുക, അഭയം നൽകുക എന്നതാണ് കരുണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. മറ്റൊന്ന്, എല്ലാ വ്യാഴാഴ്ചയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള ആവശ്യമുള്ള എല്ലാ ആളുകൾക്കും ഭക്ഷണം വിതരണം ചെയ്യുക എന്നതും കൂടിയാണ്. ഇത് രണ്ടും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചപ്പോൾ എനിക്ക് ഒരു വിശ്വാസവുമില്ലായിരുന്നു ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിന്. കാരണം അമേരിക്കയിലെ പോലെ അല്ലല്ലോ. കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് സംഘടനകളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അവരുമായിട്ട് മത്സരിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ അതിശയമെന്ന് പറയട്ടെ, ഒരു ദിവസം പോലും ഈ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ തന്നെ അതിന് കിട്ടിയ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. കെനിയയിലും വിയന്നയിലും അമേരിക്കയിലെ പല ഭാഗങ്ങളിലും ഇപ്പോഴും കരുണ ചാരിറ്റീസ് പ്രവർത്തിക്കുന്നു. അവിടുത്തെ ഇന്ത്യക്കാർ, വിശേഷിച്ച് മലയാളികളാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി വിപുലീകരിച്ച് ഇന്ത്യയിലേക്ക് മാത്രമല്ല, അമേരിക്കയിൽ തന്നെ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ, നമുക്ക് ഒരുപക്ഷെ തോന്നുമായിരിക്കും അമേരിക്കയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. പക്ഷെ അവിടെയും ഉണ്ട് വീടില്ലാത്തവർ, അവിടെയും അശരണരായിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ പരിചരിക്കാനും അവർക്കൊക്കെ വേണ്ട സഹായം എത്തിച്ചു കൊടുക്കാൻ കൂടി കരുണ ശ്രമിക്കുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം വാസായി ഫൈൻ ആർട്സ് ഫെസ്റ്റിവലിൽ നിന്ന് സഹായം ലഭിച്ചു. ഇത്തവണ നേരത്തെ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഈ വർഷം നടത്തുന്നത് വളരെ അതിലും വിപുലമായ ഒരു ഉത്സവമാണ്, അതിൽ നിന്നും കരുണയ്ക്ക് സഹായം ലഭിക്കും. അപ്പോൾ ലേഖയായിരുന്നു ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടത്. പക്ഷേ ശാരീരിക സൗകര്യമില്ലാത്തത് കൊണ്ട് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാൻ കഴിയുന്നത്, കരുണയുടെ ആരംഭത്തിൻ്റെ തന്നെ ഒരു തുടർച്ചയാണ് ഇവിടെ എന്ന് പറയാം. കാരണം കലകളുമായി വളരെയധികം ബന്ധപ്പെട്ട ഒരു സംഘടനയായാണ് ഇത് വളർന്നു വന്നത്. കലയായിരുന്നു പ്രധാനം, അതിൽ നിന്ന് ഉയർന്നു വന്ന ഒരാശയമായിരുന്നു ഇത്. അതുപോലെ തന്നെ വാസായി ഫെസ്റ്റിവലും ചാരിറ്റിക്ക് വേണ്ടി അല്ലല്ലോ നിങ്ങൾ നടത്തുന്നത്. ഈ പ്രോഗ്രാമിൽ ഞാൻ നോക്കുകയായിരുന്നു 11 ദിവസത്തെ. കേരളത്തിൽ ഇന്ന് ഏറ്റവും പ്രശസ്തരായ കലാകാരന്മാരും സാഹിത്യകാരന്മാരും നടികളും നർത്തകികളും സംഗീതജ്ഞരും എല്ലാം ഇവിടെ എത്തിയെന്ന് കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. എങ്ങനെ ഇത്രയും സാധിച്ചു 11 ദിവസം? അപ്പോൾ അത് തീർച്ചയായും കലാ സാംസ്കാരിക ലോകത്തിന് വളരെയധികം സംഭാവന നൽകുന്ന ഒരു സംഭവമാണ്. ശ്രീ മധുപാലുമായി സംസാരിക്കുമ്പോൾ ഞാൻ പറയുകയായിരുന്നു, നമ്മുടെ നാട്ടിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. തെരുവ് നായകൾ മുതൽ കൊലപാതകം വരെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല ദിവസവും. പക്ഷെ അതിശയകരമായി നോക്കിയാൽ സാംസ്കാരിക സാഹിത്യ രംഗം വളരെയധികം ആക്റ്റീവാണ് കേരളത്തിൽ. ഒരു ദിവസമെങ്കിലും ഒരു പുസ്തക പ്രകാശനമോ ഒരു നാടകമോ ഒരു സംഗീത സഭയോ ഒന്നുമില്ലാത്ത ദിവസങ്ങൾ ഒരു ദിവസം പോലും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. സൂര്യ ഫെസ്റ്റിവൽ തന്നെ 365 ദിവസമായിരുന്നു നടത്തിയത്. ഈ വർഷം 111 ദിവസം. അപ്പം അങ്ങനെ ഒരു ഏകദേശം എന്താണ് നമുക്ക് അതിശയമായിട്ട് തോന്നും. ഈ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെ നമുക്ക് സമയം കാണുന്നത്? അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ പണമില്ലാത്ത കാലഘട്ടമാണ്.
എന്നിട്ടും ഒരു ദിവസം പോലും കലാസാംസ്കാരിക സമ്മേളനങ്ങളോ അതിനോട് സഹകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഇല്ലാത്ത ദിവസങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലെല്ലാം അഭിമാനിക്കാവുന്നതാണ്, നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം. മറുനാടൻ മലയാളികളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ സാഹിത്യത്തെയും സംഗീതത്തെയും ഒക്കെ വളരെയധികം വളർത്തിയത് മറുനാടൻ മലയാളികളാണെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാനിതിനു മുമ്പും മുംബൈയിൽ വന്നിട്ട് ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഡൽഹിയിലാണെങ്കിൽ ഡൽഹിയിലൊരു സാഹിത്യകാരന്മാരുടെ ഒരു വൃന്ദം തന്നെയാണ്. മലയാള സാഹിത്യത്തെ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തിയ വലിയ വലിയ സാഹിത്യകാരന്മാർ ഉയർന്നു വന്നത് ഡൽഹിയിലാണെന്ന് പറയാം. അതുപോലെ മുംബൈയിലും. വിദേശത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും മലയാളികൾ ധാരാളം എഴുതുന്നു, വായിക്കുന്ന ഒരു പ്രവാസ സാഹിത്യ ശാഖ തന്നെ അമേരിക്കയിലുണ്ട്. പോരെങ്കിൽ നമ്മുടെ നാട്ടിനേക്കാളും വ്യത്യസ്തമായ തരത്തിലുള്ള അനുഭവങ്ങളുള്ളവരായതുകൊണ്ട് അവരുടെ എഴുത്തുകൾക്ക് കുറച്ചുകൂടി മൂർച്ചയുണ്ട്, കുറേ കൂടി താല്പര്യമുണ്ടാക്കുന്നതാണ്. സാധാരണ പറയാറുള്ള, നമ്മളൊരു രാജ്യം വിട്ടുപോകുമ്പോൾ ആ വിട്ടുപോവൽ അല്ലെങ്കിൽ ആ വേർപാട് നമ്മളെ പലതരത്തിൽ ബാധിക്കുന്നു. പക്ഷെ നമ്മൾ ഇന്നത്തെ വിദേശ സാഹിത്യം, മലയാള സാഹിത്യം അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എഴുതുന്ന വ്യക്തികളെ നോക്കിയാൽ നമുക്കറിയാം, അവരൊരുപക്ഷെ ഇന്ത്യയിലോ കേരളത്തിലോ ജീവിച്ചിരുന്നെങ്കിൽ എഴുതാൻ സാധിക്കാത്തതായിരുന്ന കഥകളാണ് അവർ വിദേശത്ത് നിന്ന് എഴുതുന്നത്. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോകൽ മാത്രമല്ല, അവിടുന്ന് ഇങ്ങോട്ട് തരികയും ചെയ്യുന്നുണ്ട് അവർ. അതുപോലെ സംഗീതത്തിലായാലും നൃത്തത്തിലായാലും ഈ ഫ്യൂഷൻ എന്ന് പറയുന്നത് കൂടുതലും വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അവിടെ ചെയ്യുന്ന ഭരതനാട്യം നമ്മുടെ ഭരതനാട്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ പോലും അവിടുത്തെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടി അതിൽ ചേരുന്നു. അപ്പോൾ ഒരു വൺ വേ ട്രാഫിക് അല്ല മലയാള കലകൾ അല്ലെങ്കിൽ കേരള കലകൾ വിദേശത്ത് നടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും അവർക്ക് നമ്മെ കാണിച്ചു തരാനും പലതുമുണ്ട് എന്ന് നമ്മളെപ്പോഴും ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറുനാടൻ മലയാളികൾക്ക് നമ്മുടെ കലാസാംസ്കാരിക രംഗത്തെ പുഷ്ടിപ്പെടുത്തുന്നതിന് വളരെ വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാനിവിടെ ഇപ്പോൾ സ്മരിച്ചു എന്നേ ഉള്ളൂ. ഒന്നുകൂടി കരുണയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങൾ നൽകുന്ന ഓരോ പൈസയും തീർച്ചയായും അത് അർഹിക്കുന്നവരുടെ കയ്യിൽ തന്നെ എത്തുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. കാരണം അവിടെ മറ്റു ചിന്തകളൊന്നുമില്ല. എല്ലാ തരത്തിലും പാവങ്ങൾക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന സംഘടന നിലയിലാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദി പറയുകയും എൻ്റെ ഭാര്യയുടെ പേരിൽ നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച് സർ. നമ്മൾ എന്തെങ്കിലും നാട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അമേരിക്കയെ പോലെ ആകണം, അമേരിക്ക അങ്ങനെയാണ് നമ്മൾ ഉദാഹരണം പറയാറ്. പക്ഷേ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിവരമാണ് ഇന്ന് സാറിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അമേരിക്കയെ പോലെയുള്ള ഒരു രാജ്യത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിൽ രൂപം കൊണ്ട ഒരു സംഘടന നടത്തുന്നു എന്നുള്ളത് നമുക്കൊരു പുതുമയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കലയിൽ നിന്നും കാരുണ്യ പ്രവർത്തനം തുടങ്ങിയ കരുണയ്ക്ക് വസായി ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെയും മുംബൈ മലയാളികളുടെയും സഹായം തുടർന്നും ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് പത്മശ്രീ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി അവർകളെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഇത്രയും കരുണ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും നമുക്ക് പേടിക്കാനില്ല എന്നാണ് നമ്മളോട് ശ്രീനിവാസ് സാർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹമായിരുന്നില്ല ഇവിടെ വരേണ്ടത്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അവർക്ക് വേണ്ടിയാണ് ഇവിടെ വന്ന്. ഞാൻ നേരെ മറിച്ചാണ് വിശ്വസിക്കുന്നത്. കാരണം സഹധർമ്മിണിക്ക് ഇത്രയും നല്ലൊരു വിഷയം കൊണ്ടു നടക്കണമെങ്കിൽ ആ ശക്തി മുഴുവൻ അദ്ദേഹമാണ് കൊടുക്കുന്നത്.
ഒരുപാട് നമസ്കാരം. വസായി ഫൈനാൻസിൻ്റെ 10 ദിവസം നിന്ന പരിപാടി യഥാർത്ഥത്തിൽ 2 ദിവസം മുൻപ് ഇവിടെ ഒരു പരിപാടി കൂടി അവതരിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളെയൊക്കെ ഒന്നുകൂടി കാണാൻ വരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം സംസാരം എനിക്കറിയാത്തൊരു വിഷയമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞു, അത് ചെണ്ടയിൽ കൂടെ സംസാരിക്കാനുള്ള ശ്രമം ഇല്ലേ, ചെണ്ടയെ സംസാരിപ്പിക്കാനുള്ള ശ്രമം അതുമാത്രമാണ് കൊണ്ടുകിടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും ഈ വിഷയത്തിൻ്റെ ഈ കലാപരിപാടികളുടെ അവസാന മീറ്റിംഗ്, ഈ വർഷത്തെ സമാപന ചടങ്ങ്, അതിൽ ആകാൻ പറ്റിയതിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ഇതിൻ്റെ സംഘാടകർ, അവരെ പ്രത്യേകിച്ച് മനസ്സിലാവണം എന്ന രീതിയിലാണ് അവരെ വസ്ത്രധാരണം പോലും. വെളുത്ത കുട്ടികൾ, വെളുപ്പ് എവിടെയും നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ മിനിഞ്ഞാന്ന് വന്നപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്നാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണം. ഈ വെളുപ്പാണ് അവർ കൊണ്ടു നടക്കുന്ന കരുണ. തീർച്ചയായും ഒരുപാട് വിവിധ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരെയും കലാകാരികളെയും കൊണ്ടുവന്ന് മറുനാടൻ മലയാളി എന്ന് പറയുന്ന നമുക്കെല്ലാം, ഞാനും അതിൽപ്പെടും, കാരണം കേരളത്തിലിരിക്കൽ വളരെ കഷ്ടിയാണ്. അങ്ങനെയുള്ള മറുനാടൻ മലയാളികൾക്ക് ഇത്രയും നല്ല പരിപാടികൾ കാഴ്ചവെക്കാൻ സാധിക്കുക, അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൃത്യമായിട്ട് ഒന്നുമില്ലാതെ വിഷമിക്കുന്ന പാവപ്പെട്ട രോഗികൾക്കും അത് ആവശ്യമുള്ള ആൾക്കാർക്കും എത്തിക്കുക, അതിന് കൃത്യമായിട്ട് കരുണ എന്ന ഓർഗനൈസേഷനെ സമീപിക്കുക. ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഖജാൻജിയും ഒന്നും ആവശ്യമില്ല. കാരണം 2 ദിവസം മുൻപ് നടന്ന പരിപാടിക്ക് എന്നോട് എത്രമാത്രം കരുണ ഇവർ കാണിച്ചിട്ടുണ്ട് എന്നെനിക്ക് കൃത്യമായിട്ടറിയാം. അത് 100% കാണിച്ചതും. അത് പ്രത്യേകം എടുത്തു പറയാണ്. ഒരു പക്ഷേ പലർക്കും സംശയമുണ്ട്, അല്ല, കൃത്യമായിട്ട് 100%. ശ്രീനിവാസൻ സാറും പറഞ്ഞ മാതിരി ഇപ്പോഴും സാമ്പത്തികമായിട്ട് ഇവർക്ക് യാതൊരു വിഷമവുമില്ല സാർ, ഒരു വിഷമവുമില്ല. കാരണം പ്രവർത്തനം ഒന്നാന്തരമാണ്, ഉദ്ദേശം ശുദ്ധമാണ്. ശുദ്ധമായ ഉദ്ദേശവും കൃത്യമായ പ്രവൃത്തിയും കൊണ്ടു നടക്കുന്നത് കൊണ്ട് വസായി ഫൈൻ ആർട്സിന് ഒരു തരത്തിലും ഭയപ്പെടാനില്ല. പിന്നെ ഇവിടെ വന്ന് പങ്കെടുക്കുന്ന ഇല്ലെങ്കിൽ പങ്കെടുത്ത ഓരോ കലാകാരന്മാരും എനിക്ക് എൻ്റെ കാര്യം കൃത്യമായിട്ടറിയാം. കാരണം മക്കൾ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ അടുത്ത കൊല്ലം പോകുന്നില്ലെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് അവിടെ പോയി കൊട്ടാൻ തീരുമാനിച്ചു. കാരണം അവർക്ക് അത്രയും സന്തോഷമായി. ബോംബെയിൽ വന്ന് വിട്ടു പോകാനൊരു മടി. ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ നാട്ടിലും പരിപാടി ഇട്ടിട്ടുണ്ട്, കരുണ ഇല്ലാണ്ടാവും അവിടെ എത്തിയാൽ, അതിനെത്തിയില്ലെങ്കിൽ. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ നടന്നു. പിറ്റേ ദിവസം ഇവിടെ അടുത്ത് പൻവേൽ ക്ഷേത്രത്തിൽ, ഇന്നലെ ബറോഡ, ഇന്ന് രാവിലെ വീണ്ടും. എനിക്കിവിടെ വരാതെ പോകാൻ പറ്റില്ല ഗിരീഷ് പറഞ്ഞു, ശങ്കരേട്ടന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോകാം. ഞാൻ പറഞ്ഞു, എനിക്കവിടെ വരാതെ പോകാൻ പറ്റില്ല. കാരണം ഇത്രയും നല്ല പ്രവർത്തകരെ, നല്ല കലാ ആസ്വാദകരെ, നല്ല കലാകാരന്മാരെയും കലാകാരികളെയും ഒരു പ്രാവശ്യമെങ്കിലും കാണാനുള്ള അവസരം ഒരു നിമിഷം പോലും പാഴാക്കാൻ പാടില്ല എന്ന കൃത്യമായ വിശ്വാസം കൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ നാളെ ഇരിങ്ങാലക്കുടയിലൊരു പരിപാടി ഉള്ളതുകൊണ്ട് അവിടെ പോയിട്ട് വീണ്ടും പ്രവാസിയായിക്കൊള്ളാൻ ഞാൻ.
അങ്ങനെ എന്തെല്ലാമായാലും ഈ നല്ല പ്രവർത്തനം ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന, നമുക്കറിയാം ഈ വേദി, ഈ സദസ്സ്, ഇത്രയും കൃത്യമായ ഒരു അറേഞ്ച്മെൻറ്റ്. വേദി കണ്ടാൽ അയ്യപ്പൻ എവിടെയാണെന്നാണ് തോന്നുക. അതാണ് സത്യം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മധുപാൽ പറഞ്ഞു, നമുക്ക് ഈ വേദി കാണുമ്പോൾ ഒരു കൃത്യമായ ഒരു ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം. ഞാനും പറഞ്ഞു, അതാണ് മൊത്തം നോക്കിയാൽ മനസ്സിലാവും എത്ര ഭംഗിയായിട്ട്, ഒട്ടും ആർഭാടമില്ലാതെ. അതാണ് അങ്ങനെ നിർമ്മിച്ച ഒരു സ്റ്റേജ്, ഈ ചുറ്റുവട്ടം, ഇവിടെയെല്ലാം കൃത്യമായിട്ടുള്ള നല്ല മനസ്സുകൾ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഞാനും നിങ്ങളും ഈ ഇരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് തുടർന്നുള്ള വർഷങ്ങളിൽ, എല്ലാ വർഷങ്ങളിലും ഞാൻ കൃത്യമായിട്ട് വരും എന്നത് ഉറപ്പ്. അതോടൊപ്പം തന്നെ പരിപാടി നടത്തണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇതിലൊരു ദിവസം എങ്കിലും വന്ന് എൻ്റെ പങ്കാളിത്തം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സഹായം കൂടി, കൊട്ടല്ലാതെ അതും കൂടി, അതെന്താണെന്ന് ഞാനിപ്പോൾ പറയില്ല, കൃത്യമായിട്ട് ഇവരുടെ പ്രവർത്തനത്തിന് നല്ല ഒരു വിഷയം ഞാനും എൻ്റെ സംഘാംഗങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വരുന്നത് അതിനായിക്കോട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കൃത്യമായി ഫലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും വീണ്ടും വീണ്ടും നമുക്ക് കാണാം, ഒരുമിക്കാം, ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് നടനും തിരക്കഥാകൃത്തും സംവിധായകനും എഴുത്തുകാരനുമൊക്കെയായ നമ്മുടെ സ്വന്തം മധുപാൽ അവറുകളെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, പ്രസംഗമല്ല പ്രവൃത്തിയാണ് കാര്യം എന്ന് വിശ്വസിക്കുന്നൊരിടത്ത് വന്ന് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. ആകെ ചെയ്യാവുന്നത് സത്കർമ്മങ്ങൾ ചെയ്യുന്ന മനസ്സുകളെ നല്ല രീതിയിൽ അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ടി, അവരുടെ സത്കർമ്മങ്ങൾക്ക് വേണ്ടി, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ലഭിക്കുന്ന മനസ്സുകൾക്കുണ്ടാകുന്ന പുരോഗതിക്ക് ചേർത്തുകൊണ്ട് അവരുടെ മുന്നിൽ നമിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ചടങ്ങിലെത്തുന്നത്. പറഞ്ഞില്ലെങ്കിൽ പോലും എൻ്റെ മാതൃഭൂമിയിലെ ഒരു സുഹൃത്ത് ഇവിടെ ശ്രീയത്തുണ്ട്. അദ്ദേഹം വിളിച്ചു പറയുകയും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ സമയത്തിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിൽ പോലും ബോംബെ എപ്പോഴും എന്നെ പല രീതിയിൽ മാടി വിളിക്കുന്ന ഒരു സ്ഥലമാണ്. ഓരോ പ്രദേശത്തേക്കും ഓരോ ഗ്രാമങ്ങളും കണ്ടുപോകുക, അല്ലെങ്കിൽ എത്രമാത്രം വിശാലമായ മഹാരാഷ്ട്രയുടെ ഒരു ഭൂപ്രകൃതി കണ്ടുപോകുക എന്ന് പറയുന്ന ഒരു സന്തോഷം, അതിന് കാരണമായിട്ട് ഞാൻ ഈ വസായി ഫൈൻ ആർട്സിൻ്റെ ഈ ഫെസ്റ്റിവലിൽ വരിക എന്നുള്ളതും എൻ്റെ ഒരു സ്വകാര്യമായ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ വരികയും ഭരത്തിനോടൊപ്പമുള്ള ഇന്ന് വൈകുന്നേരമാണ്, ഉച്ചയ്ക്ക് എത്തിയെങ്കിൽ പോലും വൈകുന്നേരം വസായി ഫോർട്ടിൻ്റെ ഏരിയകളിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സഞ്ചാരിയുടെ മനസ്സിനെ തൃപ്തമാക്കുക എന്ന് പറയുന്നൊരവസ്ഥ കൂടെ ഉണ്ട്. അപ്പോൾ നന്മ ചെയ്യുന്ന മനസ്സുകളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നന്മയുണ്ടാവുകയും ആ നന്മ മറ്റുള്ളവർക്ക് പ്രതിഫലിച്ച് കിട്ടുകയും ചെയ്യുന്നതിൻ്റെ ഒരു രീതി തന്നെയാണ് പരമശ്രീ മട്ടന്നൂരും നമ്മളോട് പറഞ്ഞത്. കരുണ ചാരിറ്റീസിനെ കുറിച്ച് എനിക്ക് സജീവമായിട്ട് അറിയാം. കാരണം ഞാൻ തിരുവനന്തപുരത്ത് ശ്രീനിവാസ് സാറിൻ്റെ വീടിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. കവടിയാർ തന്നെയാണ്. ഞങ്ങൾ അപ്പുറം ഇപ്പുറം റോഡിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടാണ് താമസിക്കുന്നത്.
നഗരത്തിൽ ലേചേച്ചി എത്രയോ കാലമായിട്ട് ചിത്രങ്ങൾ വരച്ചും അവരുടെ സംഘം ചേർന്നുമൊക്കെ നടത്തുന്ന ഒരുപാട് സത്കർമ്മങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾക്ക് പ്രാർത്ഥനയായി തീരുന്നുണ്ട്. ഇതൊക്കെ എപ്പോഴും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. നമ്മുടെ കയ്യിലൊക്കെ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു വരുമ്പോൾ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചു വരുമ്പോഴൊക്കെ അതെങ്ങനെയാണ് നടത്തിയെടുക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യമുണ്ട്. നടത്തിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായത്. ഞാനിതെപ്പോഴും ആലോചിക്കാറുള്ളത്, ചില സമയങ്ങളിലൊക്കെ ഞാൻ സിനിമ എന്ന പ്രവൃത്തിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും എൻ്റെ കയ്യിലും പൈസയില്ലാത്ത അവസ്ഥകളൊക്കെ വരാറുണ്ട്. ഭാര്യയ്ക്ക് ജോലിയുള്ളത് കൊണ്ട് കഞ്ഞി കൂടി മുട്ടില്ല എന്ന് ഞാൻ പലപ്പോഴും കരുതും. ഞാൻ അങ്ങനെ കരുതുന്ന ഒരാളാണ്. കാരണം എനിക്കുണ്ടായിരുന്ന ജോലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ സിനിമയുടെ പുറകെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത്, മധുവിന് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യാൻ ഒരാളുടെ ശമ്പളം മതി, അതെനിക്കുണ്ട്, മധുവിന് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യുമെന്നുള്ളത്. എൻ്റെ മോളെ പ്രസവിച്ച് കിടക്കുന്ന അന്നാണ് ഞാൻ സിനിമ എന്ന ഒരു മീഡിയത്തിലേക്ക്, അതും ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. സാധാരണ രീതിയിൽ ഒരു മനുഷ്യനും സംഭവിക്കാത്ത, കാരണം വെച്ച് കഴിഞ്ഞാൽ കടലിലേക്ക് ഒരു ലൈഫ് ജാക്കറ്റും ഇല്ലാതെ എടുത്തു ചാടുന്ന ഒരു അവസ്ഥ പോലെയുള്ള ഒരു സമയത്താണ് ബാങ്കിലെ ജോലി കളഞ്ഞിട്ട് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നൊരു മീഡിയത്തിലേക്ക് ചാടുന്നത്. പക്ഷേ നേരത്തെ ശങ്കരൻകുട്ടിയുടെ പറഞ്ഞ പോലെ നമ്മുടെ ഉദ്ദേശശുദ്ധി സത്യമാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നന്മയുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് സത്യമാണെങ്കിൽ വഴി വെളിച്ചമുള്ളതായി മാറും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ കയ്യിലൊക്കെ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാവാറുമുണ്ട്. ചിലപ്പോൾ ബാങ്കിലെ ലോൺ ഉണ്ടാവും. ലോൺ റീപേയ്മെൻറ്റ് ചെയ്യേണ്ട സമയത്ത് എത്തുമ്പോൾ, നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ജോലിയുള്ളതും ഇല്ലാത്തവർക്കുമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. റീപേയ്മെൻറ്റ് സമയമാകുമ്പോൾ ബാങ്ക് മാനേജർ ചിലപ്പോൾ പറയും, നാളെയാണ് പൈസ അടയ്ക്കേണ്ട ദിവസം, പൈസ അടച്ചില്ലെങ്കിൽ പ്രശ്നമാകും. ഒരു തവണ മുടങ്ങുമ്പോൾ നമ്മളെക്കുറിച്ചുള്ളൊരു നമ്മുടെ ക്രെഡിബിലിറ്റിയുടെ തോത് തെറ്റും എന്നൊക്കെ പറയുമ്പോൾ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കും. ചിലപ്പോൾ സാധാരണ രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും പൊതുവേ ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാനുള്ള മാക്സിമം കടം വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷേ എന്നാൽ പോലും ചില സമയങ്ങളിൽ ഒരു മുട്ട് വരുമ്പോൾ ആരുടെ അടുത്തെങ്കിലും ഒന്ന് ചോദിക്കാം, അവർ തരും എന്ന് പറയുന്ന പ്രതീക്ഷയുമായിട്ട് നിൽക്കുന്ന ചില അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കഥ, ഒരു ജീവിതത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുന്നു, എനിക്ക് നാളെ ഇത്ര രൂപ വേണം, അത് കിട്ടിയേ പറ്റൂ. അപ്പോൾ അയാളും പറഞ്ഞു, നോക്കട്ടെ, എനിക്ക് ഇത്രയും വലിയൊരു തുക എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല, എങ്കിലും ഞാൻ ശ്രമിക്കാം. മാനേജറുടെ അടുത്ത് പറഞ്ഞു, ബാങ്ക് മാനേജറുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ രാവിലെ 10 മണിക്ക് 11 മണിക്ക് ഉള്ളിലായിട്ട് നിങ്ങൾ പൈസ അടച്ചോളാവിട്ടെന്ന്. അത് അത്ര ഒരു ധാരണയായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ മനുഷ്യൻ കുറച്ച് പൈസ കൊണ്ടുതരുന്നു. എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് 25,000 രൂപയായിരുന്നു. അതുപോലും ഇല്ലാത്ത ചില സമയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരു 25,000 രൂപ എൻ്റെ ആ സുഹൃത്ത് വൈകുന്നേരം സന്ധ്യയോടടുപ്പിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാനത് വാങ്ങി ചോദിച്ചു, സമാധാനമുണ്ട്, നാളെ ബാങ്കിൽ അടയ്ക്കാമല്ലോ എന്നുള്ളത്. അന്ന് വൈകുന്നേരം ഒരു മനുഷ്യൻ എന്നെ കാണാൻ വരുന്നു. അയാൾ രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് പോയതാണ്. എപ്പോൾ വരും എന്ന് ചോദിച്ചപ്പോൾ വൈകുന്നേരം അത് വരും, വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞ് അയാളുടെ മകളെയും കൊണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നൊരു 7 മണി സമയമായിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തെങ്കിലും ഈ പൊതുവേ നമ്മൾ പറയാറുള്ളത് പോലെ ഈ കുട്ടികളുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ജോലിയുടെ കാര്യത്തിനോ അങ്ങനെയൊക്കെ ആയിരിക്കുമെന്നുള്ള അതിനുള്ള സഹായമൊക്കെ ആയിട്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മകളുടെ കല്യാണമാണ്, പണ്ടമെടുക്കാൻ കാശിന് കുറവുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വന്നത്. അപ്പോൾ എൻ്റെ കയ്യിലന്ന് 30,000-35,000 രൂപയുടെ അടുപ്പിച്ച് പണമുണ്ട്, ഈ കടം വാങ്ങിച്ചതും ചേർത്തുകൊണ്ട്. ഞാൻ ആലോചിച്ചു, എനിക്കും 2 പെൺമക്കളാണുള്ളത്. എപ്പോഴെങ്കിലും ഇത്തരം ഒരു അവസ്ഥ
വരാതിരിക്കണമേ എന്നുള്ള, ആർക്കും ഉണ്ടാവാതിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, പക്ഷെ നാളെ ബാങ്കിൽ അടക്കേണ്ടതാണ്. ബാങ്ക് മാനേജർ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അത് നമ്മുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ രണ്ടും കൂടെ സംസാരിച്ച് നിന്നിട്ട് അവസാനം ഞങ്ങൾ രണ്ടും ഒരേ സമയത്ത് തീരുമാനിച്ചു, ഒരേപോലെ പറഞ്ഞു, നമുക്ക് ഈ പൈസ, കയ്യിലുള്ള പൈസ അയാൾക്ക് കൊടുക്കാം. ഒരു പെൺകുട്ടിയുടെ കാര്യമാണത്. ഞാൻ ആ പൈസ അദ്ദേഹത്തിന് കൊടുത്തു. 35,000 ഏകദേശം എല്ലാം കൂടെ അരിച്ചു പെറുക്കി എടുത്തപ്പോൾ 40,000 രൂപയുടെ അടുത്ത് കിട്ടി. എന്നത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, പണ്ടം വാങ്ങിക്കൂ, അവളുടെ കല്യാണം നന്നായിട്ട് നടക്കട്ടെ, എന്നാൽ കഴിയുന്നത് ഇതുണ്ട്, സമയമുള്ളപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാവുമ്പോൾ തിരിച്ചു തരൂ, ഇല്ലെങ്കിൽ അത് എൻ്റെ ഒരു അവൾക്ക് കൊടുക്കാനുള്ളൊരു കാര്യമായിട്ട് കരുതുക എന്നും പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞു വിട്ടു. രാവിലെ ഇനി ബാങ്ക് മാനേജറെ നമുക്ക് പോയി കാണേണ്ടതാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നിന്ന സമയത്ത് പറഞ്ഞു. അപ്പം അവസാനം 11 മണിയായപ്പോൾ ഞാൻ അയാളെ വിളിച്ചു. മാനേജറെ വിളിച്ചപ്പോൾ മാനേജർ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഒരാഴ്ച വരെയൊക്കെ പൈസ, അയാൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കണം, അതൊരു പൈസ റെഡി ആയിട്ടില്ലെങ്കിൽ ഞാൻ ഒരാഴ്ച വരെയൊക്കെ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റും, ഒരാഴ്ചക്കുള്ളിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനിതിനകത്ത് ഒറ്റ കാര്യമേ കാണുന്നുള്ളൂ, ഒരു പ്രാർത്ഥന ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ അപ്പോൾ പൈസ ഇല്ല, നാളെ അന്ന് അടച്ചില്ലെങ്കിൽ എൻ്റെ ക്രെഡിബിലിറ്റി എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ചിലപ്പോൾ അന്തസ്, അഭിമാനം എന്നൊക്കെ പറയുന്ന ചില എലമെൻറ്റുകൾ അനാവശ്യമാണെങ്കിൽ പോലുമെങ്കിൽ നമ്മളത് മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ, ഒരാളുടെ മുമ്പിൽ തല താഴണമല്ലോ എന്നാലോചിക്കുമ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ചത് ഒരു അച്ഛനും മകളും തമ്മിൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ കരാർത്താണ്. ഇത് ഇന്ന് ഇവിടെ ഇത്തരം രീതിയിലുള്ള സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശങ്കരകുട്ടിയുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെളുപ്പ് പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒക്കെ നിറമാണെന്നുള്ളത്. നമ്മളുടെ വാക്കുകൾ ഒരിക്കലും തോൽക്കുകയില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സംഗീതം ആരംഭിക്കുമ്പോൾ വാക്കുകൾ തോൽക്കുമ്പോൾ സംഗീതം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ കണ്ടു. പക്ഷേ നമ്മുടെ വാക്കുകൾ ഒരിക്കലും തോൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസം ഞാൻ കൊണ്ട്. കാരണം വാക്ക് സത്യമായ കാര്യമാണ്. എന്നെ ഗുരു എൻ്റെ പഠിച്ചത് വാക്ക് സത്യമാണ്, ആ സത്യമാണ് നമ്മുടെ ദൈവം എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാക്ക് പറയുന്ന ഒരാളുടെ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോവുകയില്ല എന്നും, ഓരോ മനസ്സും മനസ്സറിഞ്ഞ് പാടുന്ന അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഗുണകരമായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു സഹായത്തിൻ്റെ പ്രകാശവുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നു ചേരണം എന്നുള്ളതാണ്. വസായി സംഗീത ഫൈൻ ആർട്സ് ഫെസ്റ്റിവലിൻ്റെ കെയർ ഓഫിൽ നടക്കുന്ന ഒരു വരുമാനം ഒരർത്ഥത്തിൽ ഇവിടെ നിന്ന് കിട്ടുന്ന എന്തു തന്നെയാകട്ടെ, അത് ഒരു നന്മയുള്ള കാര്യത്തിന് ഒരു കരുണയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ അത് ലഭിക്കുന്ന ഒരുപാട് മനസ്സുകൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവും, ദൈവമേ ഇത് ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവരുതേ, അവരെ നന്മയുടെ വഴിയിലേക്ക് എന്നും പ്രകാശമുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ടാവും. ഞാൻ അനുഭവിച്ച ആ പ്രാർത്ഥന തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഇത്തരം കർമ്മങ്ങളിലും ഞാൻ കാണുന്നത്. ഇത് ഈശ്വരൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ്. ഞാനിവിടെ വന്നപ്പോഴും എനിക്ക് തോന്നുന്നു, കാരണം തൊട്ടപ്പുറത്ത് അമ്പലം, ഇപ്പുറത്ത് മറ്റൊരു ക്ഷേത്ര തുല്യമായ ഒരവസ്ഥ. സംഗീതം അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന് മുമ്പിൽ പാടുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നടത്തുന്ന ഏത് കർമ്മങ്ങളും, അതൊരു സംഗീത സാഹിത്യ കലകളെയെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് കിട്ടുന്ന മനസ്സുകൾ അക്ഷരാർത്ഥത്തിൽ ഈശ്വരതുല്യമായ ഒരു പാതയിലേക്ക് സഞ്ചരിക്കുന്ന അവസ്ഥയും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പരസ്പര പങ്കുവെക്കലാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അവിടെ നമുക്ക് പ്രകാശമായിട്ട് മറ്റൊരു വെളിച്ചം ഉണ്ടാവും. ആ മനസ്സിനെ നമ്മൾ കൂടെ കൂട്ടാനുള്ള ഒരു വലിയ കാര്യമായിട്ടാണ് ഈ ഫൈൻ ആർട്സ്, വസായി ഫൈൻ ആർട്സ് ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന കർമ്മങ്ങളിൽ ഞാൻ കാണുന്നത്. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ, നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത്, നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞത് ഒരു നല്ല മനസ്സിൻ്റെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു യാത്രയായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായും എൻ്റെ നമസ്കാരം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും നിങ്ങൾക്കുണ്ടാവും. ജീവിതത്തിൽ നന്മ മാത്രമാണ് നമുക്ക് മുമ്പിലേക്കുള്ള വഴി. അത് സ്നേഹത്തിൻ്റെ ഭാഷയിലായിരിക്കണം എന്നുള്ളത്. അത് കരുണയുടെ വഴിയിലേക്കായിരിക്കണം. കാരണം
നമ്മൾ പലപ്പോഴും ഇപ്പോൾ കാണുന്ന ഓരോ വാർത്തകളും നമ്മളുടെ അച്ഛനമ്മമാരെ വളർത്തിക്കൊണ്ടുവന്നവരെയൊക്കെ വഴിയിലേക്ക് തള്ളിക്കളയുന്ന, ആരെയും നോക്കാതെ ഈ പൊതുവെ നേരത്തെ പറഞ്ഞ പോലെ ഈ അമേരിക്ക പോലുള്ള പ്രദേശങ്ങളിലും ഇതേപോലുള്ള ദുരന്തങ്ങളും അശരണരും ആലംബഹീനരുമായ ഒരുപാട് ആളുകളുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഒരുപാട് പ്രദേശങ്ങളിൽ ഇത്തരം അശരണരുടെ ആൾക്കാരായി ഉണ്ടല്ലോ. അവരെയൊക്കെ സഹായിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവരോടൊപ്പം അവരുടെയൊക്കെ കണ്ണുനീര് തുടയ്ക്കാൻ പറ്റുന്ന, അവർക്കൊരു കൈത്താങ്ങായി മാറാൻ ഈ വസായ് ഫൈൻ ആർട്സ് സൊസൈറ്റിക്ക് കഴിയട്ടെ. അത് ഓരോ സമയത്തും ഓരോ ചാരിറ്റബിൾ സൊസൈറ്റികളും, ഇപ്പോൾ നമുക്ക് കരുണ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള അതിൻ്റെ ഒരു വലിപ്പം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും കണ്ണീര് പാൻ അവരെ സഹായിക്കാനുള്ള ഒരു വലിയ പ്രകാശമായി മാറട്ടെ. അതിനുള്ള ശ്രമങ്ങളായും തീരട്ടെ ഇത്തരം സത്കർമ്മങ്ങളെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മളും പതറിപ്പോകാറുണ്ട്. പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ ഒരു സൽക്കർമ്മത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സതുദ്ദേശത്തിന് വേണ്ടിയാണ് നാം എടുക്കുന്ന തീരുമാനങ്ങളെങ്കിൽ തികച്ചും ആ പാതയിൽ വെളിച്ചമുണ്ടാകും എന്ന് വളരെ ഇൻസ്പിറേഷനായിട്ടുള്ള ഒരു മെസ്സേജ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ ഇന്നിവിടെ നമ്മളോട് പകർന്നു തന്ന മധുപാലന് അദ്ദേഹത്തിന് വസായ് ഫൈൻ ആർട്സിൻ്റെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നത് ചെമ്പൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സമാരാധ്യനായ വൈസ് ചെയർമാൻ ശ്രീ കെ ഗണേഷ് കുമാർ. പ്രഹ്ലാദ നാരദ പരാശര പുണ്ടരീക വ്യാസ അംബരീഷ ശുക ശൗനക ഭീഷ്മതാൽഭ്യാം രുക്മാംഗദാർജുന വസിഷ്ഠ വിഭീഷണാർദിൻ പുണ്യാനിമാൻ പരമഭാഗവതാൻ സ്മരാമി. My humble prostrations to Swati Tirunal, the one who, though belonging to a royal family, took the culture of South India to its greatest height many years ago. And my pranams to all those stalwarts seated on this stage and to all of you. I happen to wear several caps, and one of them happens to be the Fine Arts Society, possibly the largest cultural complex in India. The responsibility of any cultural institution, while it may look very glamorous to hold major events like this, but the fundamental responsibility is to train and nurture young minds to ensure that they get into our highly rich tradition and culture. And that responsibility is more than being performed by the volunteers of the Vasai Fine Arts. And I'm extremely happy that I happen to own this television channel called InSync, which happens to be the only classical music channel in entire India, reaching almost 20 million viewers all over India. And it is an initiative involving more than 100 crores. But what extremely satisfies all of us in the team is that the young minds are not away from our culture. You only need a catalyst to bring them back. The general perception is the younger generation does not have faith or reverence for our culture, but it is extremely a wrong notion. The younger generation is deeply rooted in our tradition and culture, and a standing example is Bala Bhaskar. While he may look to be a very modern person, but deep inside, it is the culture and tradition which binds his entire group, and I'm happy that I have come this evening especially to watch his performance. I must also tell you this, as the chairman of Music Forum, which is an all India body for promotion of classical music, possibly the only body interacting with all the government departments, the embassies and the consulates. It is our constant endeavor, whichever area you belong to, whether you belong to Kerala, you belong to Tamil Nadu, you belong to Karnataka, you belong to Delhi,
but ensure that the tradition and culture of that particular area is nurtured by institutions located there. But here in Vasai, we have a different kind of an example. Vasai Fine Arts, though located in Mumbai, is actually promoting the arts and traditions of Kerala, and how difficult this task could be. It's not so easy to collect lakhs and lakhs of rupees to ensure such a mammoth festival, and my compliments to this young team of volunteers who have made this possible. And friends, I'm extremely happy to have been invited to participate in the culminating day of the 11-day festival. Thank you all very much and wish you all the very best. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നത് ഫോക്ലോർ അക്കാദമിയുടെ മുൻ സെക്രട്ടറി ശ്രീ എം പ്രദീപ് കുമാർ. ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി, നമ്മുടെ മഹാരാജ്യത്തെ ലോകത്തിൻ്റെ മുന്നിൽ നട്ടലുയർത്തി നിൽക്കുന്ന രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച പ്രതിഭാശാലിയായ മുൻ അംബാസഡർ ശ്രീ ടി പി ശ്രീനിവാസൻ സാർ, സംവിധായകനും നടനും സാഹിത്യകാരനും ഒക്കെ ആയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അഭിനയ പ്രതിഭ ശ്രീമതി പാൽ, ചെണ്ടയിൽ താളവിസ്മയം തീർത്തുകൊണ്ട് ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിയ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി സാർ, വേദിയിലിരിക്കുന്ന മറ്റ് പ്രശസ്ത വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, കൊച്ചുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ ഞാൻ ആദ്യമായി നേരുകയാണ്. ഇത്രയൊക്കെ ഭാഗ്യം ചെയ്തവനാണോ ഞാനെന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. കാരണം പ്രതിഭാധനരായ മഹത് വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു വേദി. സദസ്സിലോ വയലിനിൽ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന പേരിൽ മാത്രമേ ബാലനുള്ളൂ. പക്ഷേ മഹാനായ കലാകാരൻ ബാലഭാസ്കർ, അദ്ദേഹത്തിൻ്റെ അതിപ്രതിഭകളായ പക്ക മേളക്കാർ ഒക്കെ ഇരിക്കുന്ന സദസ്സ്, വെള്ളക്കുപ്പായമിട്ട് പടയാളികളെ പോലെ ഇരിക്കുന്ന, നോക്കണ്ട, കാരണം ശങ്കരൻകുട്ടി സാറ് കളറിനെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അവരുടെ മനസ്സ് പിന്നെ അകത്തും പുറത്തും കാരുണ്യവും കലയുടെയും വെണ്മയാണെന്ന് പറയുമ്പോൾ, ഇന്നലെ വരെ വെള്ള ഷർട്ടിട്ട് ഇയാൾ നമ്മുടെ പ്രസാദ് ഇന്ന് കറുപ്പ് ഷർട്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് അങ്ങോട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ കഷ്ടകാലം എന്നല്ലാതെ പറയുന്നത് നമുക്ക് പറയാനില്ല. ഗിരീഷ് ചേട്ടനും രാജേഷ് ചേട്ടനും പറ്റിച്ചു. കാരണം വെള്ളയാണെന്ന് പറഞ്ഞാൽ അവിടെ നല്ല സ്ത്രീട്ട് വെച്ച നല്ല വടി പോലത്തെ വെള്ളക്കുപ്പായം ഉണ്ടായിരുന്നു. അത് നാളെ പോകുമ്പോടാ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കറുപ്പിട്ടത്. പോട്ടെ, സാരില്ല. അപ്പോൾ വെള്ള പട്ടാളക്കാരായി പോലെ ഇരിക്കുന്ന, അകത്തും പുറത്തും കരുണയുടെയും കാരുണ്യത്തിൻ്റെയും വിശുദ്ധിയും വെണ്മയും കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വസായി ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ധീരരായ പടനായകന്മാരെ, നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും എനിക്ക് മതിയാകുകയില്ല. കാരണം ഞാൻ മിനിഞ്ഞാന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചു. ഞാൻ പോവില്ല, നിങ്ങൾ തച്ച് വായിച്ചാൽ, ഞങ്ങളുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ തച്ച് വായിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് 25 കഴിഞ്ഞിട്ടേ പോകൂ എന്ന് നിങ്ങളോട് പറഞ്ഞു. ആ ഉറപ്പ് പാലിച്ചുകൊണ്ടാണ് വീണ്ടും ഇവിടെ എന്നെ വിളിച്ചത്. 2 തവണ തിരുവോളുത്താനും 2 തവണ പൊന്നാട ബൊക്കയും ഏറ്റുവാങ്ങുവാനും എനിക്ക് തോന്നുന്നു ഇവിടെ ആർക്കും ഭാഗ്യമുണ്ടായിട്ടില്ല. അത് എനിക്ക് മാത്രമാണ്. അതിനൊരു മട്ടന്നൂർ സാർ 2 കണ്ണൂർക്കാരാണ്. അപ്പോൾ അതിന് ഭാഗ്യമുണ്ടായി എന്നുള്ളതിൽ വളരെ വളരെ സന്തോഷിക്കുക. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇപ്പോൾ പരിപാടി ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ട സമയമായിരിക്കുക. നമ്മുടെ ഇടയിൽ മനസ്സിൽ നിന്ന് സർഗാത്മകതയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ മനുഷ്യത്വവും ഒക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ആ നന്മയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി വസായിലെ
കലാസാംസ്കാരിക പ്രവർത്തകർ നടത്തുന്ന കൂട്ടായ്മ വർഷങ്ങൾക്ക് മുമ്പേ ദോംബിവാലിയിൽ മുംബൈ പൂരത്തിന് വന്നപ്പോഴും കഴിഞ്ഞ വർഷം വസായിൽ സംഘടിപ്പിച്ച കേരള സർക്കാരിൻ്റെ പൈതൃകോത്സവം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നപ്പോഴും ഒക്കെ തന്നെ നിങ്ങളുടെ ആ സമർപ്പണ ബുദ്ധി, കലയോടുള്ള, സംസ്കാരത്തോടുള്ള, കേരളീയതയോടുള്ള ആ ആത്മാർത്ഥത നേരിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഞാൻ ഒരു കഥ ഓർമ്മ വരികയാണ്. നമ്മുടെ ഹോജ നസറുദ്ദീൻ ഒരിക്കൽ അദ്ദേഹത്തെ വാതിൽ മുട്ടി വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇതാ വീട്ടിന് മുന്നിൽ ആരോ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ പുള്ളിക്ക് ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഹോജ. ഹോജ അയാളോട് ചോദിച്ചു, അയാൾക്ക് എന്നെപ്പോലെ തൊപ്പിയുണ്ടോ മരിച്ചു കിടക്കുന്ന ആൾക്ക്? ഇല്ല. എൻ്റെ താടിയുണ്ടോ, എന്നെപ്പോലെയുള്ള താടിയുണ്ടോ? ഇല്ല. ഞാനിടുന്ന പോലെ കോട്ടിട്ടിട്ടുണ്ടോ അയാൾ? ഇല്ല. ഓ, അപ്പോൾ ഞാനല്ല, പടച്ചോൻ കാത്തു എന്ന് പറഞ്ഞിട്ട് വാതിലടച്ച ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇവിടെ കലയിലൂടെ നമ്മുടെ മനുഷ്യത്വത്തെയും സഹോദര്യത്തെയും ഒക്കെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ നിങ്ങളിവിടെ നടന്നു വരിക. ഞാൻ പറഞ്ഞു, ഞാൻ മട്ടന്നൂർ സാറിനോട് സംസാരിക്കുകയായിരുന്നു. ഒരു ക്ലാസിക്കൽ കല അവതരിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ എത്ര പേര് നമ്മുടെ നാട്ടിലൊക്കെ 4 മണി മുതൽ വന്നിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല, മട്ടന്നൂരിൻ്റെ ചെണ്ടമേളം ഉണ്ട് എന്ന് പറഞ്ഞാൽ വേറൊരു പരിപാടിയുടെ ഭാഗമായി, നമ്മൾ ഉത്സവത്തിൻ്റെ ഒക്കെ ഭാഗമായി വരുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പറയുമ്പോൾ തുടങ്ങട്ടെ, ആദ്യത്തെ കൊട്ട് വീഴട്ടെ, എന്നിട്ട് വരാം എന്നൊക്കെ പറയുന്ന ആളുകളാണത്. അപ്പോൾ ഞാനും ഞങ്ങളുടെ അക്കാഡമിയുടെ കഴിഞ്ഞ ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് സാറും ഞങ്ങൾ അക്കാഡമിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഒരു ഗ്രാമത്തിലൂടെ കഴിഞ്ഞ വർഷം നമ്മുടെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ചെറുപ്പക്കാർ കാറ് നിർത്തിയിട്ട് പായസത്തിൻ്റെ ഗ്ലാസ് തരികയാണ്. പാൽപ്പായസത്തിൻ്റെ അവിടെ നിന്ന് വിളമ്പുന്നു. അവർ കാറ് നിർത്തി, വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ മാഷ് വെച്ച് ഇന്ന് ആഗസ്റ്റ് 15 ഒക്ടോബർ 2 ഓണമല്ല, വിഷുവല്ല, പിന്നെന്താണ് പ്രത്യേകത? അപ്പോൾ ഡോറിന് ഗ്ലാസ് തുടങ്ങിയിട്ട് പായസം ഇങ്ങോട്ട് മുഴച്ചു. മാഷക്ക് പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബെറിയാണ്. അപ്പോൾ 2 ഗ്ലാസ് പായസം കുടിച്ചതിന് ശേഷം ചോദിച്ചാൽ എന്താ പ്രത്യേകത? നിങ്ങൾ അറിഞ്ഞില്ലേ, ഇന്ന് ദീപ്തിക്ക് IPS കിട്ടിയ ദിവസമാണിത്. ഇതാണ് നമ്മുടെ അങ്ങനത്തെയുള്ള ചെറുപ്പക്കാരുടെ ഒരു സമൂഹം. അതോടൊപ്പം തന്നെ സ്കൂളിലെ കുട്ടിയോട് ഒരിക്കൽ ഉസ്താദ് ചോദിച്ചു, കുട്ടിയോട് മദ്രസയിൽ ചോദിക്കുകയാണ്, മോനെ നമ്മൾ പരസ്പരം കണ്ടാൽ എന്താണ് ചെയ്യുക, ആദ്യം എന്താണ് ചെയ്യുക? അപ്പോൾ കുട്ടി പറഞ്ഞു, എന്താണ്? അപ്പോൾ പരസ്പരം കണ്ടാൽ നമ്മൾ അഭിവാദ്യം ചെയ്യണം. അപ്പോൾ അവൻ ചോദിക്കുന്നത്, ചന്ദ്രമഴ കണ്ടല്ലോ. ഇങ്ങനത്തെ കുട്ടികൾ വളരുന്ന ഒരു നാടായി നമ്മുടെ നാടിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വളരെ നേരത്തെ തന്നെ കസേര പിടിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ സഹോദരിമാർ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ദൈവമേ, ഇവിടെ എന്തെങ്കിലും ചെറിയ പണി തന്നാൽ ഞാൻ ഇവിടെ തന്നെ ജീവിച്ചു പോയിക്കോളാം എന്ന് പറയാൻ വേണ്ടി തോന്നുകയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാണിക്കുന്ന കലയോടും കാരുണ്യത്തോടും സംസ്കാരത്തോടുമൊക്കെ കാണിക്കുന്ന ഈ ഒരു ആത്മാർത്ഥത, അതിന് നേതൃത്വം നൽകുന്ന വസായി ഫൈൻ ആർട്സ് സൊസൈറ്റിയെ പോലെയുള്ള പ്രതിഭാധനരായ സാരഥികളുടെ നിസ്വാർത്ഥമായ ആ സേവനം. ഒരിക്കൽ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുന്നിലൂടെ ഒരാൾ പോകുമ്പോൾ ഒരു സിഖുകാരൻ അവിടെ കുഴിയെടുക്കുകയാണ്. ചെറിയൊരു കുഴി കൊട്ടുന്നു. അപ്പോൾ വേറൊരാൾ വന്നിട്ട് ആ കുഴി മൂടുന്നു. വീണ്ടും അപ്പുറത്ത് പോയി കുഴിയെടുക്കുന്നു. തൊട്ടാൾ പിറകെ വന്ന് കുഴി മൂടുന്നു. അപ്പോൾ മറ്റയാൾ ചോദിച്ചു, കാഴ്ചക്കാരനായ ആൾ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ചന്ദൻ സിംഗ്. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് പ്രേം സിംഗ്. അപ്പോൾ നിങ്ങളെന്താണ്? കുഴി കെട്ടുന്നു, അത് മൂടുന്നു, വെട്ടുന്നു, മൂടുന്നു. നിങ്ങളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പകരം കുഴി എടുക്കാണ്ട് നിന്നൂടെ? നിങ്ങൾ കുഴി വെട്ടാതെ നിന്നൂടെ? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രേം സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ കൂടി വരാനുണ്ട്. അയാൾ വന്നിട്ട് വേണം തൈ നടാൻ. അപ്പോൾ തൈ നടാൻ അയാൾ വന്നില്ല. അപ്പോൾ ഞങ്ങളെന്ത് ചെയ്യണം? ഞങ്ങളെ ഏൽപ്പിച്ച പണി കുഴി വെട്ടുക, അതിൽ മണ്ണ് മൂടുക, തൈ നടുകയാണ് ഇവിടെ ഇതിൻ്റെ സംഘാടകർ ചെയ്യുന്നത്. അതൊരു വലിയ മഹാഭാഗ്യമായി ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്, തോന്നിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ നട്ട തൈ അശരണർക്കും ആലംബഹീനർക്കും തണലേകുന്ന ഒരു മഹാവൃക്ഷമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നിങ്ങളെ കാണാൻ ഞാൻ വരുന്നുണ്ട്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കലാവിഭവങ്ങളുമായി വസായിൽ
ചുരുങ്ങിയ മാസത്തിനുള്ളിൽ വരുവാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അദ്ദേഹം ഫോക്ക് ലൈഫ് എന്ന് പറയുന്ന കേരള സ്റ്റേറ്റിൻ്റെ കോർഡിനേറ്ററാണ്. അദ്ദേഹം ചില പരിപാടികളുടെ തയ്യാറെടുപ്പുകളുമായി വീണ്ടും മുംബൈയിലെത്താൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടുവരുന്ന കലാരൂപത്തെയും കലാകാരന്മാരെയും നെഞ്ചേറ്റുവാൻ വസായിയും മുംബൈയും തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് വസായി ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെയും ഡൊംബിവില്ലി കലാക്ഷേത്രത്തിൻ്റെയും ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി ഈ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിന് ശ്രീ എം പ്രദീപ് കുമാർ അവറുകളെ ക്ഷണിക്കുന്നു. ശ്രീ എം പ്രദീപ് കുമാർ, എക്സ് സെക്രട്ടറി ഓഫ് കേരള ഫോക്ലോർ അക്കാദമി. അടുത്തതായി ശ്രീ കെ ഗണേഷ് കുമാർ, വൈസ് ചെയർമാൻ ചെമ്പൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി. നടനും സംവിധായകനും എഴുത്തുകാരനുമായ ശ്രീ മധുപാൽ. ചെണ്ടയിൽ മാന്ത്രിക സംഗീതം തീർക്കുന്ന വാദ്യകലാകാരൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി. മുൻ UN അംബാസിഡറും കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഹെഡും സർവോപരി ലോകത്തിന് മുൻപിൽ മലയാളികളുടെ അഭിമാനവുമായ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ TP ശ്രീനിവാസൻ. അടുത്തതായി ഈ കഴിഞ്ഞ 11 ദിവസങ്ങളിലായി വസായി ഫൈൻ ആർട്സ് ഫെസ്റ്റിവൽ എന്ന പേരിൽ ഈ ഉത്സവം വളരെ കൃത്യമായും ചിട്ടയായും സാങ്കേതിക മികവോടും കൂടി അവതരിപ്പിച്ചതിനെക്കുറിച്ച് ഈ വേദിയിലെത്തിയ എല്ലാ വിശിഷ്ട വ്യക്തികളും എല്ലാ ദിവസവും നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലും പറയുകയുണ്ടായി. ഇന്ന് അവരൊരു പ്രത്യേക യൂണിഫോമിലൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഞാൻ നേരെ വിപരീത രീതിയിലായിപ്പോയി. എങ്കിലും ആ വെള്ള പടച്ചട്ടയണിഞ്ഞ ഈ കലോത്സവം മഹത്തരമാക്കുന്നതിന് രാപ്പകൽ അധ്വാനിച്ച വസായി ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആ ചുറുചുറുക്കുള്ള മെമ്പർമാരെ വേദിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ശ്രീ വിശ്വനാഥൻ മാരാർ, ഓരോരുത്തരെയായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ വിശ്വനാഥൻ മാരാർ, നല്ല കയ്യടി കൊടുക്കുക. ഇവരാണ് ഈ പരിപാടിക്ക് വേണ്ടി ഇത്രയും മനോഹരമായ രീതിയിൽ 11 സായാഹ്നങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത്. ശ്രീ ചന്ദ്രശേഖർ പണിക്കർ, ശ്രീ ഹരീന്ദ്രൻ വാര്യർ,
ശ്രീ പ്രദീപ് പങ്കൻ, ശ്രീ മോഹൻ നായർ, ശ്രീ സേതു എം നായർ, ശ്രീ ശിവകുമാർ മേനോൻ, ശ്രീ സമീർ കർത്ത, ശ്രീ സുധീർ നായർ, അദ്ദേഹം ഇന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട് ഓൾറെഡി വേദിയിലുണ്ട്. ശ്രീ ഭരത് കുമാർ നായർ, ശ്രീ രാജേഷ് അയ്യർ, ആൻഡ് ശ്രീ ഗിരീഷ് നായർ. ഒരു നിറഞ്ഞ കയ്യടിയാവാം. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും ഈ കൂട്ടുകാരെയെല്ലാം ഒന്നിച്ച് ഇത്രയും മനോഹരമായ രീതിയിൽ ഈ പരിപാടി അവതരിപ്പിച്ചതിൻ്റെ നേതൃത്വം കൊടുത്തതിന് അദ്ദേഹത്തിന് പ്രത്യേക അനുമോദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ശ്രീ ആർ കെ നായർ, ശ്രീ ശ്രീനിവാസൻ മേനോൻ, ശ്രീ അജയ് നായർ, ശ്രീ രാജീവ് രാജൻ, ശ്രീ സുരേഷ് നായർ, ശ്രീ ബാലകൃഷ്ണൻ ടി കെ, ഇവരാണ് ടീം വസായ് ഫൈൻ ആർട്സ് എന്നറിയപ്പെടുന്ന 18-അംഗ പട്ടാളം. അതിലൊരാൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടില്ല. വളരെ നിറഞ്ഞ കയ്യടിയോടെ ഇത്രയും മനോഹരമായ 11 സായാഹ്നങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയവരെ നിറഞ്ഞ കയ്യടിയോടെ തന്നെ അഭിനന്ദിക്കുക പ്ലീസ്. ഈ സാംസ്കാരിക സമ്മേളനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച സാങ്കേതിക മേഖലയിലും അതുപോലെ തന്നെ മറ്റ് വീഡിയോ, വിഷ്വൽ, ഫോട്ടോഗ്രാഫി തുടങ്ങിയ മേഖലയിലുമൊക്കെ പ്രവർത്തിച്ച ആളുകളെ കൂടി ഈ വേദിയിൽ ഒന്ന് പരിചയപ്പെടുത്തി അവർക്ക് വസായ് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളോട് സംസാരിക്കുന്നതിന് ശ്രീ ഗിരീഷ് നായരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇതുപോലൊരു രാവ് സൗന്ദര്യമാക്കണമെങ്കിൽ അതിന് പുറകിൽ ഒരുപാട് കരങ്ങളുടെ ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളെ ഞങ്ങൾ മറക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഈ വേദി അവരെ ആദരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ജീവസുറ്റ ചിത്രങ്ങൾ ഇവിടെ നമുക്ക് നൽകിയ വീഡിയോഗ്രാഫർ ശ്രീ സലീഷ് വാസുദേവൻ ആൻഡ് ടീമിന് വേണ്ടി ശ്രീ സലീഷ് വാസുദേവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഈ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഇന്നത്തെ മുഖ്യാതിഥിയായി എത്തിയ ശ്രീമാൻ ടി പി ശ്രീനിവാസൻ സാറോട് അഭ്യർത്ഥിക്കുന്നു. ഫോട്ടോഗ്രാഫിയിൽ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ജീവസുറ്റ ചിത്രങ്ങൾ ഇവിടെ പകർത്തിക്കൊണ്ടിരിക്കുന്ന വരുൺ വടശ്ശേരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമൻറ്റോ നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി സാറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 11 ദിവസമായി നമുക്ക് പല വിധത്തിലുള്ള പിന്തുണകൾ നൽകുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന മനോഹരമായ ചിത്രങ്ങൾ പകർത്തുന്ന അദ്ദേഹത്തെ ഏത് രീതിയിൽ പരിചയപ്പെടുത്തണമെന്നറിയാതെ ഞാൻ വിഷമിക്കുകയാണ്. അദ്ദേഹം ഒരു ഘടം ആർട്ടിസ്റ്റാണ്, ഒരു മൃദംഗം ആർട്ടിസ്റ്റാണ്, ഒരു ഫോട്ടോഗ്രാഫറാണ്, പിന്നെ പരസ്യ ചിത്രങ്ങളുടെ കലാകാരൻ കൂടിയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് പരിചയപ്പെടുത്തുകയാണ് ശ്രീമാൻ മനോജ് മേനോൻ, തൃശൂർ. സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ചലച്ചിത്ര താരം മധുപാൽ അവർകളെ ക്ഷണിക്കുന്നു. മനോഹരമായ ശബ്ദം നൽകിക്കൊണ്ട് കാണികളെയും നമ്മളേവരെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന സൗണ്ട് ആൻഡ് ലൈറ്റ് മിസ്റ്റർ ഹിതേഷ് താക്കൂർ. മിസ്റ്റർ ഹിതേഷ് താക്കൂർ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി ചെമ്പൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ വൈസ് ചെയർമാൻ ശ്രീമാൻ കെ ഗണേഷ് അവരെ ക്ഷണിക്കുന്നു. ശബ്ദം അതിൻ്റേതായ രീതിയിൽ പുറത്തു വിട്ടില്ലെങ്കിൽ ആരും അതിന് കേൾവിക്കാർ കുറവാവും. അതുകൊണ്ട് ഈ 11 ദിവസവും സൗണ്ട് നിയന്ത്രിക്കാനായി, ശബ്ദം നിയന്ത്രിക്കുവാനായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് നാട്ടിൽ നിന്നുള്ള ഒരു കലാകാരനെയാണ്, ഒരു എഞ്ചിനീയറെയാണ്. സൗണ്ട് എഞ്ചിനീയർ ശ്രീമാൻ സജിത് എസ് നായർ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി ശ്രീമാൻ പ്രദീപ് കുമാർ സാറെ ക്ഷണിക്കുന്നു. ഈ സമ്മാനദാനം പൂർണ്ണമാവണമെങ്കിൽ ഇത്ര നേരം ശബ്ദം കൊണ്ട്, സ്വന്തം ശബ്ദം കൊണ്ടും വാക്കുകൾ കൊണ്ടും നിങ്ങളേവരെയും ഈ സദസ്സിനെ മുഴുവൻ കയ്യിലെടുത്ത കഴിഞ്ഞ സംഗീതോത്സവത്തിനും നമുക്ക് പിന്തുണയായ പ്രസാദ് ഷൊർണൂരിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ മുഖ്യാതിഥി ശ്രീമാൻ ടി പി ശ്രീനിവാസൻ സാറോട് അഭ്യർത്ഥിക്കുകയാണ്. ചടങ്ങിലേക്ക് വീണ്ടും അവതാരകനെ ക്ഷണിച്ചുകൊള്ളുന്നു. അനുമോദനങ്ങൾ, അംഗീകാരങ്ങൾ എന്നും പ്രചോദനമാണ്. നന്ദി. അടുത്തതായി ഈ സാംസ്കാരിക സമ്മേളനത്തിന് ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിന് വോട്ട് ഓഫ് താങ്ക്സിനു വേണ്ടി വസായി ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഗിരീഷ് നായർ അവരെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? കഴിഞ്ഞ
9 മാസം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങളുടെ വസായി സംഗീതോത്സവ വേദിയിൽ വെച്ച് അന്നത്തെ കലാകാരന്മാരായ ബാലഭാസ്കർ സാറും ഡോക്ടർ ഓമനക്കുട്ടി മാഡവും എല്ലാം ആവശ്യപ്പെട്ടതുപോലെ സ്വാതി തിരുനാളിന് വേണ്ടി സമർപ്പിക്കുവാൻ കുറച്ച് കലാവിരുന്നുകൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കലോത്സവം ഇതുപോലൊരു കലോത്സവം തന്നെ ആവണമെന്ന് ആഗ്രഹിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുവാൻ ഒരുപാട് കരങ്ങൾ ഇതിന് പുറകിലുണ്ട്. അതിലെ ഉപരി കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഞങ്ങളുടെ 18 പേരുടെയും കുടുംബത്തെ ആദ്യം അവരോടാണ് ഞങ്ങൾ നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ 11 ദിവസങ്ങൾ കുറച്ച് കടുപ്പമുള്ളതായിരുന്നു. എങ്കിലും അതിനു മുൻപൊക്കെ ഓരോ മീറ്റിംഗ് ഞായറാഴ്ചകളിലാണ് ഞങ്ങളുടെ എല്ലാ മീറ്റിംഗ്. ഇവർക്ക് കിട്ടുന്ന ദിവസവും ഞായറാഴ്ചയാണ്. ഞങ്ങൾ അതിനെ മുഴുവൻ മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഇതുപോലൊരു വേദി ഒരുക്കുന്നതിനുള്ള പ്രാഥമിക ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെച്ച് ദിവസങ്ങൾ അങ്ങനെ തള്ളി നീക്കി ഈ കഴിഞ്ഞ 11 ദിവസമായിട്ട് ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാണാൻ ഒരു നോട്ടം ഈ വേദിയിൽ വെച്ചാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം ഞങ്ങളുടെ കുടുംബത്തോട് ഞങ്ങൾ നന്ദി പറയട്ടെ. ഞങ്ങൾക്ക് ഇത്രയും പിന്തുണ നൽകി ഇതുപോലൊരു പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുഖം കറുപ്പിക്കാതെ ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങളുടെ കുടുംബത്തോട് ആദ്യം ഞങ്ങൾ നന്ദി പറയട്ടെ. ഇത് ഞങ്ങളുടെ 18 പേരുടെയും വാക്കാണ്. അടുത്തത്, ഈ ഓരോ പരിപാടിയും വിജയിപ്പിക്കണമെങ്കിൽ അതിന് പുറകിൽ അത് കാണുവാനുള്ള, അതിനെ പിന്തുണയ്ക്കുവാനുള്ള നിങ്ങളെപ്പോലുള്ള 1000 കലാപ്രേമികളുടെ ആത്മാർത്ഥതയാണ്. ഈ കൂടിയിരിക്കുന്ന ജനസഹസ്രങ്ങൾ നൽകിയ പിന്തുണയാണ് ഈ വിജയത്തിന് പിന്നിൽ. അതിന് വസായി ഫൈൻ ആർട്സ് സൊസൈറ്റിയും കലാക്ഷേത്രവും ഒരുമിച്ച് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ് നിങ്ങൾ ഓരോരുത്തരോടുമുള്ളത്. 11 ദിവസവും ഓഫീസ് കഴിഞ്ഞാൽ നേരെ വന്ന് വസായി ഫൈൻ ആർട്സ് ഫെസ്റ്റിവലിൻ്റെ പരിപാടികൾ മുഴുവൻ കണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പലപ്പോഴും വീട്ടിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ കിടന്നുറങ്ങുന്ന 1 മണിക്കും 2 മണിക്കൊക്കെയാണെന്ന് പലരും പറയാറുണ്ട്. അങ്ങനെയെല്ലാം നമ്മളെ സഹിച്ച, നമ്മൾക്കൊപ്പം പിന്തുണ നൽകിയ നിങ്ങളോ എല്ലാവരോടും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. കൂടാതെ 11 ദിവസങ്ങളിലായി ഇവിടെ എത്തിച്ചേർന്ന മുഖ്യാതിഥികൾ, ഈ വേദിയിലിരിക്കുന്ന മുഖ്യാതിഥികളെ പോലെ 11 ദിവസങ്ങളിൽ വ്യത്യസ്തരായ മുഖ്യാതിഥികളാണ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. അവരുടെ എല്ലാം പേരെടുത്ത് പറഞ്ഞ് നന്ദി പറയുവാൻ ഒരുപക്ഷെ സമയം അനുവദിക്കാത്തത് കൊണ്ട് അവരെല്ലാവരെയും ഈ വേദിയിൽ ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ ഈ പരിപാടിക്ക് തൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വാതി തിരുനാൾ മഹാരാജാവിന് വേണ്ടി, മഹാരാജാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിച്ച ഈ കലാവിരുന്നിൻ്റെ ഭാഗമാവാൻ എത്തിച്ചേർന്ന ശ്രീമാൻ TP ശ്രീനിവാസൻ സർ, തൻ്റെ തിരക്കുകൾക്കിടയിലും ഒരു ദിവസം ഞാൻ വരാം എന്നേൽക്കുകയും അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്ത മധുപാൽ സർ, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി സർ, പ്രദീപ് സർ, ഗണേഷ് സർ, അങ്ങനെ വേദി അലങ്കരിച്ച എല്ലാവരോടും ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കൂടാതെ മണ്ഡലമാസകാലത്തിൽ 11 ദിവസം ഈ വേദി, ഇതുപോലൊരു വേദി ഒരുക്കാൻ ഈ സ്ഥലം അനുവദിക്കുകയും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്ത ശ്രീ അയ്യപ്പ സേവാ സമിതി ഭാരവാഹികളോട് ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ശബ്ദം നൽകിയ, ചിത്രങ്ങൾ പകർത്തിയ, ഞങ്ങൾക്ക് ഒപ്പം പല ജോലികൾക്കും ഞങ്ങളെ സഹായിച്ച, ഞങ്ങളുടെ വണ്ടികൾ ചലിപ്പിച്ച, ഞങ്ങൾ പേരെടുത്ത് പറയുവാൻ ഒരുപാട് പേരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ, ഞങ്ങൾക്ക് വെള്ളം നൽകിയ ഓരോരുത്തരോടും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നതോടൊപ്പം മുൻപിലിരിക്കുന്ന ഭഗവാനോട് ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി ആദ്യം പ്രകാശിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ
ശക്തിയാണ് ഞങ്ങളുടെ ഈ ഉത്സവത്തിൻ്റെ വിജയം. ഇതിനുവേണ്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയ എല്ലാവരെയും ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ ഇത് എല്ലാം നടത്തണമെങ്കിൽ ആദ്യം വേണ്ടത് സാമ്പത്തികമാണ്. ആ സാമ്പത്തികത്തിന് ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ സ്പോൺസർമാർ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അക്ബർ ഗ്രൂപ്പ്, പിരമൽ ഗ്ലാസ്, ഗ്രേറ്റർ ബാങ്ക്, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, മഹീന്ദ്ര ഫൈനാൻസ്, JK സിമെന്റ് ലിമിറ്റഡ്, കാർമൽ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ്, സാപ്പ് ഫിൽട്ടർ പ്രൈവറ്റ് ലിമിറ്റഡ്, ഗുഡ്വിൻ ജ്വല്ലേഴ്സ്, LIC ഹൗസിംഗ് ഫൈനാൻസ് ലിമിറ്റഡ്, യൂണിയൻ ബാങ്ക്, പവറിക, IMS, ഗോൾഡ് മെഡൽ, ഷോഗൻ, മീനുമാർട്ട്, ഗ്രേറ്റ് എസ്കേപ്പ്, ടെർമിനൽ ടെക്നോളജീസ്, ലക്ഷ്മി ഡയമണ്ട്, ഹോസ്റ്റ് ഇന്റർനാഷണൽ, VGN ജ്വല്ലേഴ്സ്, അക്ബർ ട്രാവൽസ്, ബൊറോസിൽ, പ്രിസിടെക്, VCPL, ഇൻസിംഗ്, സീക്വൻസ് ആൻഡ് എലിഗൻസ് എല്ലാവരോടും, കൂടാതെ ഇതിൽ പറയുന്ന സ്പോൺസർമാരല്ലാതെ ഞങ്ങൾ ഇറക്കിയ സുവനീറിലേക്കും പരസ്യം തന്നവരും കരുണ ചാരിറ്റീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി കൂടാതെ ഞങ്ങളുടെ വാക്കുകൾ പലപ്പോഴും ഇവിടെ ഞങ്ങൾ പ്രശംസാ പത്രങ്ങളും ബഹുമതി പത്രങ്ങളും നൽകിയത് ഞങ്ങളുടെ വാക്കുകളായിരുന്നില്ല. ഞങ്ങൾക്ക് സഹായം നൽകിയത്, ഞങ്ങളുടെ വാക്കുകളാക്കി മാറ്റാൻ ഞങ്ങളെ സഹായിച്ചത് കഴിഞ്ഞ വർഷവും നമ്മുടെ വേദിയിലുണ്ടായിരുന്ന ശ്രീമാൻ അജിത് നീലകണ്ഠനാണ്. ശ്രീമാൻ അജിത് നീലകണ്ഠനെ ഞങ്ങൾ ഈ വേദിയിൽ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിനും ഞങ്ങളുടെ നന്ദി. കൂടാതെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി എല്ലാ കാര്യത്തിനും ഓടി നടന്ന് ഞങ്ങളെ സഹായിച്ച നിനേഷ് ആൻഡ് റബീഷ് എന്നിവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളേവരും കാത്തിരിക്കുന്ന വയലിൻ മാന്ത്രികൻ നമ്മൾ നൽകിയ പേര് നാദവേദശ്രീ ശ്രീമാൻ ബാലഭാസ്കറെ ഈ വേദിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വയലിനിലെ മാജിക് അവതരിപ്പിക്കുവാൻ ഉള്ള അവസരം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നിങ്ങൾക്കേവർക്കും നമസ്കാരം, നന്ദി. ഒരിക്കൽ കൂടി പ്രിയമുള്ളവരെ, ഈ നന്ദി പ്രകാശനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. ഇത്രയും 11 ദിവസത്തെ പരിപാടി നടത്തുമ്പോൾ കുടുംബത്തെയും കുട്ടികളെയും മിസ് ചെയ്യുന്നൊരു കാര്യം. കഴിഞ്ഞ വർഷം വാസായി ഫെസ്റ്റിവലിന് 3 ദിവസം ഇവിടെ തുടർച്ചയായി താമസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അതുപോലെ എൻ്റെ കുടുംബത്തെയും ഞാൻ മിസ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അവരെൻ്റെ കൂടെ ഈ പരിപാടി കാണാൻ കല്യാണിൽ നിന്ന് എത്തിയിട്ടുണ്ട്. കാരണം അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്, ഏറെ പ്രതീക്ഷ. അത് പറയേണ്ടത് ഞാനാണ്, സോറി, ക്ഷമിക്കണം. ഇന്ന് 13 വർഷമായി അല്ലേ, 13 വർഷമായി സഹധർമ്മിണിയെ കയ്യിൽ കിട്ടിയിട്ട്. ആ 13 വർഷം തികയുന്ന ഈ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ചിലവഴിക്കേണ്ടതിന് പകരം നമുക്കൊപ്പം ചിലവഴിക്കാൻ കല്യാണിൽ നിന്നും ഇവിടെ എത്തിയ പ്രസാദിന് ഞാൻ നന്ദി പറയാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ അതിനുവേണ്ടി വീണ്ടും മൈക്ക് വാങ്ങിച്ച് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും കുട്ടികൾക്കും ഞാൻ നന്ദി പറയുകയാണ്. അദ്ദേഹത്തിന് വിവാഹ വാർഷിക ആശംസകളും ഈ അവസരത്തിൽ നേരട്ടെ. താങ്ക് യു സോ മച്ച്. വളരെ വൈകിയ സമയമാണ്. നമുക്ക് ബാലഭാസ്കറിൻ്റെയും സംഘത്തിൻ്റെയും നാദവിസ്മയം, ആ വയലിൻ കച്ചേരി കേൾക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ സാംസ്കാരിക സമ്മേളനം ഇവിടെ അവസാനിച്ചതായി ഔപചാരികമായി അറിയിക്കുന്നു. താങ്ക് യു.